ആഴ്ചയായിട്ട് നമ്മൾ ഇതേ വാക്യത്തിൽ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം ചെയ്യണം. ഒന്നുകൂടെ, പകച്ചവർ, നിങ്ങൾ ഈ വാക്യം മറന്നിട്ടില്ല. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ഒരു കാര്യം ഞാൻ പറയാം, വേറെ എന്തോ കാണാൻ അവരിയ്ക്കുക, പക്ഷെ കാണുന്നത് ലജ്ജിക്കത്തക്ക പോലെ കാണും. നിന്റെ വീട് ലജ്ജിക്കത്തില്ല, നിന്റെ തലമുറ ലജ്ജിക്കത്തില്ല. നിനക്ക് എതിരെ നിൽക്കുന്നവൻ ഇന്ന് ലജ്ജിച്ചു പോകാൻ പോവാ. പ്രാർത്ഥിക്കുന്ന നീ ലജ്ജിക്കുകയല്ല, ദൈവത്തെ സ്തുതിക്കുന്ന ലജ്ജിക്കുകയല്ല, ദൈവത്തെ വിളിക്കുന്നതിന്റെ തലമുറ ലജ്ജിക്കുകയല്ല. ദൈവം ലജ്ജയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കാൻ പോകയാ. അവന്റെ അത്ഭുത കരം നിന്റെ വീട്ടിലേക്ക് ഇന്ന് ചലിക്കാൻ പോകയാ. നിന്നെ ലജ്ജിപ്പിക്കാൻ, നിന്റെ തലമുറയെ ലജ്ജിപ്പിക്കാൻ വെളിപ്പെട്ട് നിൽക്കുന്ന പകകളെ ഈ പൊട്ടിച്ചു കളയാൻ പോവാ. എന്നോട് ആത്മാവ് പറയുക, ചില വീട്ടിൽ അടയാളം വെളിപ്പെടാൻ പോവാ. നിന്റെ വീട് തകരുന്നത് കാണാൻ കാത്തിരുന്നവരുടെ മുൻപിൽ നിന്റെ വീട് ഒരു അടയാളമാകാൻ പോവാ. നിന്റെ കുടുംബം ഒരു അടയാളമാകാൻ പോവാ. നിന്റെ തലമുറ ഒരു അടയാളമാകുക. കരമടിച്ച് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഈ വിളിച്ച ആ നാമത്തെ യേശു എന്നോട് പറയുക, പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന വാക്യമാണ് ഈ മാസത്തിലേക്ക്. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണം. എന്നാ? എനിക്ക് തന്നാൽ അത് ആളുകൾ കാണും. എനിക്കിത് വരുമെന്നല്ല അവർ വിചാരിച്ചത്, പക്ഷെ അവര് വിചാരിക്കാത്ത ഒരു കാര്യം എൻ്റെ വീട്ടിൽ നടക്കും. അവര് കാണാനിരുന്നത് ഇതല്ല, കാണാനിരുന്നത് നിന്റെ തകർച്ചയാ. പക്ഷെ അവര് കാണുന്നത് നിന്റെ തകർച്ചയായിരിക്കില്ല. അവരൊരിക്കലും വിചാരിക്കാത്തത് കാണാൻ പോവാ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്ന് വെച്ച സ്വപ്നം കാണുന്ന ചില വിടുതലുകൾ നിന്റെ വീട്ടിൽ നിന്ന് വ്യാപരിക്കാൻ പോകുകയാ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് ഈ നിന്റെ വീട്ടിൽ നടക്കാൻ പോകുകയാ. ഞാൻ ചില കാര്യമൊക്കെ വിചാരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കും, നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലെങ്കിൽ നടക്കും. നിങ്ങളിപ്പോ ഇരിക്കുന്ന ലെവലിൽ വരുമെന്ന് വിചാരിച്ചല്ല, അല്ല, കർത്താവ് കൊണ്ടുവന്ന ഇവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷ അല്ല, കർത്താവ് ഇവിടെ എത്തിച്ചതാ. നിന്റെ മോള് ഡോക്ടറാവെന്ന് വിചാരിച്ച അല്ല, ദൈവം കൊണ്ട് എത്തിച്ചതാ. എന്ന് പറ്റി പകച്ചവടെ നടുവിൽ ഉയർത്തിപ്പിടിക്കുന്ന ദൈവം, നിന്ദിച്ചവടെ മുൻപിൽ മാനിക്കുന്ന കർത്താവ്. അങ്ങനെ 278 പേരുമായി പൗലോസ് ഒരു യാത്ര പുറപ്പെടുകയാണ്. വിനോദത്തിന് പോവുകയല്ല കേട്ടോ, തടവ് പുള്ളിയായി പൗലോസിനെ കൊണ്ടുപോവുകയാണ്. പൗലോസ് ഇങ്ങനെ കപ്പലിലായിരിക്കുമ്പോൾ ദൈവം പൗലോസിനോട് പറഞ്ഞു, മോനെ, ഈ കപ്പൽ ഉടയും, കപ്പൽ ഉടയും. നീ നാട്ടുകാരുടെ വാക്ക് കേൾക്കരുത്, ദൈവത്തിന്റെ വാക്ക് കേൾക്കണം. കൈപൊക്കി രാമയും പറഞ്ഞില്ല. പൗലോസിന്റെ വാക്കിനേക്കാൾ കൂടുതൽ കപ്പൽ ഉടമയുടെയും മാലൂമിയുടെയും വാക്ക് അവരെ കേട്ടു. കേൾക്കേണ്ടത് യേശുവിന്റെ വാക്കാണ്. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മുടെ കപ്പല് അടിച്ചു ഉടച്ചു പോകും, നമ്മുടെ ഇതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും പോകും എന്ന് പൗലോസ് പറഞ്ഞു. അവര് കേട്ടില്ല. അന്തരീക്ഷം നോക്കിയപ്പോൾ അന്തരീക്ഷം സൂപ്പർ. അടുത്ത വാക്ക് പൗലോസ് പറഞ്ഞപ്പോ പൗലോസിന്റെ വാക്ക് അവരെ കേട്ടില്ല. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നിക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. മിക്ക പേരും പറഞ്ഞു. ഭൂരിപക്ഷം പറയുന്ന അല്ല കേൾക്കേണ്ടത്, ദൈവം പറയുന്നത് കേൾക്കണം. അവരെ ഭൂരിപക്ഷം പറഞ്ഞത് കേട്ടു. പൗലോസ് ഒറ്റയ്ക്ക് പറഞ്ഞു, ഇത് തകരും. നീ അടുത്ത വാക്ക് കേട്ടോണം. ഭൂരിപക്ഷത്തിന്റെ, ഞാൻ ഒരു ദൂത് പറയാം. ഭൂരിപക്ഷത്തിന്റെ കൂടെ അല്ല ദൈവം നിൽക്കുന്നേ. നീ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ കൂടെ ദൈവം നിൽക്കും. ഏലിയാവിന്റെ കൂടെ ഒരുപാട് പേരില്ല, ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഏലിയാവെ ഒറ്റയ്ക്ക് മതി ഈ അന്ധകാര ശക്തികളെ ആട്ടിച്ചു വീഴ്ത്താൻ, ഈ മന്ത്രവാദങ്ങളെ ആട്ടിച്ചു വീഴ്ത്താൻ, ഈ ദുർശക്തികളെ ആട്ടിച്ചു വീഴ്ത്താൻ. നീ ഒറ്റയ്ക്ക് മതി. ഈ നീ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടെ നിന്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇനി
ബാക്കി പറയാൻ തുടങ്ങുക. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി 276 പേർ ഈ കപ്പലിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. പൗലോസ് പറഞ്ഞ് ഈ കപ്പൽ തകർന്നു പോകും. ഇന്ന് കർത്താവിനൊരു ദൂത് പറയാനുണ്ട്. നിന്റെ തകർന്ന കപ്പലിലും അവൻ കയറി നിൽക്കും. പൗലോസിന്റെ വാക്ക് അവർ കൈക്കൊള്ളാതെ മാലൂമിയുടെയും ഉടമസ്ഥന്റെയും വാക്ക് കൈക്കൊണ്ടു. അടുത്ത വാക്യമാണ് ഏറ്റവും ശ്രദ്ധേയം. വായിച്ചു കൊടുത്ത വാക്ക്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ ആഗ്രഹം സാധിച്ചു പോയി എന്ന് അവർക്ക് തോന്നി. ആഗ്രഹം സാധിച്ചു പോയി. ഒരു ദൂത് ഞാൻ പറയാം. പ്രാർത്ഥിക്കുന്നവനെതിരെയുള്ള ഒരാഗ്രഹവും സാധിക്കത്തില്ല. ആരാധിക്കുന്നവന്റെ കുടുംബത്തിനെതിരെയുള്ള ഒരാഗ്രഹവും സാധിക്കത്തില്ല. എനിക്ക് വെളിപ്പാട് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ചില മന്ത്രവാദങ്ങൾ, ചില ആഭിചാരങ്ങൾ, ചില ദുർശക്തികളുടെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് അതിനകത്ത് വ്യാപരിക്കും. എന്നോട് കർത്താവ് പറഞ്ഞു, ചില കുടുംബത്തിനകത്ത് അടിസ്ഥാനപ്പെട്ടു വേരൂന്നി നിൽക്കുന്ന അന്ധകാര ശക്തികളിനെ വെട്ടേൽക്കുന്ന രാവിലെയായി മാറാൻ പോകുകയാ. അകത്ത് ഉറപ്പുള്ള ദൈവമക്കള് കർത്താവിന് സ്തോത്രം ചെയ്തോ. നിന്നെ തൊടാനോ, നിന്റെ കുടുംബത്തെ തൊടാനോ, നിന്റെ തലമുറയെ തകർക്കാനോ ഒരു ശക്തിക്കും പറ്റുകയില്ല. കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും യേശുവേ എന്ന് വിളിച്ചോ. ഈ വചനം ഒന്ന് സ്വീകരിച്ച് ആത്മാവിലൊന്ന് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ദൈവമക്കൾ ആദരം തുറന്ന് ഈ കർത്താവിന് നന്ദി പറഞ്ഞ്, നിനക്ക് എതിരെയുള്ള ചില പദ്ധതികളെ എന്റെ ദൈവം ഇന്ന് ഉടച്ചു കളയാൻ പോകയാ. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത് ഇങ്ങനെയാ. ഒളിഞ്ഞു കിടക്കുന്ന ചിലതിനെ സഭ ഇന്ന് കുടഞ്ഞു കളയും. ഉറച്ചൊരാമീൻ പറഞ്ഞോ. ഒളിഞ്ഞു കിടക്കുന്നതിന്റെ തായ്വേരുകൾ സഭ ഇന്ന് വെട്ടിക്കളയും. കരമുയർത്തി ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിൽ ആപ്ലിക്കബിൾ ആയി വരാൻ തുടങ്ങുക. ഒന്ന്, മന്ദമാരുതനടിച്ചു. ഒന്നാമത്തെ കാറ്റ്. അവര് വിചാരിച്ചു ആഗ്രഹം സാധിച്ചു. സ്നേഹിത, പ്രാർത്ഥിക്കുന്നവനെതിരെ ഉള്ള ഒരാഗ്രഹവും സാധിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ പിള്ളേർക്കെതിരെയുള്ള ഒരാഗ്രഹവും സാധിക്കത്തില്ല. നീയും നിന്റെ പിള്ളേരും അനുഗ്രഹിക്കപ്പെടൂ. അവർ കൃപയിൽ വളരൂ. അവർ കൃപയിൽ ഉയർന്നു വരൂ. അഭിഷേകത്തിൽ ഉയർന്നു വരൂ. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്താദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായ് ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്നവർ ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽക്കോപ്പും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും അടുത്ത വാക്ക്, വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് വല്ലാത്ത കാറ്റ്. ഈ കാറ്റെല്ലാം കൂടെ എണ്ണിക്കോണം. കർത്താവിനോട് പറയുക, ചില ദിശകൾ മാറാൻ പോകുകയാ. നിന്റെ കുടുംബത്തിനെതിരെ അടിക്കുന്ന കാറ്റുകളുടെ ദിശ മാറി അടിക്കാൻ പോകുകയാ. നീയോ നിന്റെ തലമുറയോ, നീയോ നിന്റെ വീടോ, അഭിഷേകമുള്ള ഒരുത്തനും തകർന്നു പോകാതെ കരുതാൻ കരുത്തുള്ള കർത്താവിന്റെ ശക്തി ഇന്ന് നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. രക്ഷപ്പെടത്തില്ലയോ? രക്ഷപ്പെടും. നിങ്ങളുടെ പിള്ളേര് രക്ഷപ്പെടും. നീ രക്ഷപ്പെടും. നിന്റെ വീട് രക്ഷപ്പെടും. ഇന്ന് യേശുവിന് പറയാനുള്ളത്, നീ രക്ഷപ്പെടുമെന്ന് പറയാനുള്ളത്. നിന്റെ വീട് രക്ഷപ്പെടുമെന്ന് പറയാനുള്ളത്. നിന്റെ തലമുറ രക്ഷപ്പെടുമെന്ന് പറയാനുള്ളത്. കൈയടിച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ ഉറക്കെ വിളിച്ചോ. നീ രക്ഷപ്പെടാൻ പോവാ. ഇരുന്നേ ഈ വാക്ക് കേൾക്കണം, എഴുതി വെക്കണം. വാഗ്ദത്തമുള്ളവനെതിരെ ഏതു കാറ്റടിച്ചാലും അവൻ രക്ഷപ്പെടും. കൈ ഉയർത്തി ഒരാമീൻ മറന്ന്. വാഗ്ദത്തമുള്ളവനെതിരെ അടിയൊഴുക്കോടെ ഏതു കാറ്റടിച്ചാലും വാഗ്ദത്തമുള്ളവനതിനെ ധാരണം ചെയ്യും. അഭിഷക്തനെ നമ്മൾ ധാരണം ചെയ്യും.
നിങ്ങളുടെ വീട് ധർണം ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങൾ ധർണം ചെയ്യും. അതിനുള്ള തൻ്റെ ഇടം ദൈവം തരാൻ പോവാ. കാറ്റ് അടിക്കുന്നേ അടിച്ചോട്ടെ, പ്രതിസന്ധി വരുന്നേ വന്നോട്ടെ, നിന്ദകൾ വരുന്നേ വന്നോട്ടെ, ഒറ്റപ്പെടൽ വരുന്നേ വന്നോട്ടെ, ആളുകൾ മാറ്റി നിർത്തിക്കോട്ടെ. പക്ഷെ ദൈവം പറയുക, ഈ കാറ്റിനകത്ത് നിന്നെ നിർത്താൻ നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. ഒക്കെമെങ്കിൽ ഇത് വിവരിച്ചു തീർത്തേക്കാം. നിങ്ങൾ കേട്ടോ. അപ്പൊ അങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. അടുത്ത വാക്യം കേട്ടോണേ. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. ഒരു മിനിറ്റ്. എല്ലാരും ഇരുന്നപ്പോ പൗലോസ് നിന്നു, ഒരു സ്വത്രം പറഞ്ഞില്ലേ? ഇത്രയും നേരം അവര് ഹീറോ ആയിരുന്നു, പൗലോസ് സീറോ ആയിരുന്നു. ഇപ്പൊ പൗലോസ് ഹീറോയും അവര് സീറോയും. ഇതാണ് ഞാൻ പറഞ്ഞത്, പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ആദ്യം പൗലോസ് പറഞ്ഞപ്പോ അവരാ വാക്ക് കേട്ടില്ല. സാരില്ല, നിന്നെ ഉന്തിക്കളഞ്ഞില്ലേ, സാരില്ല. ഇതേ കപ്പലിൽ നീ എഴുന്നേറ്റ് നിൽക്കും, ഇതേ സഹോദരങ്ങളുടെ നടുവിൽ നീ എഴുന്നേറ്റ് നിൽക്കും. ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവുകയാ. ഇതേ കപ്പലിൽ നീ എഴുന്നേറ്റ് നിൽക്കൂ. ഇതേ സ്ഥലത്ത് നീ ഉയർത്തപ്പെടൂ, ഇതേ സ്ഥലത്ത് നീ മാനിക്കപ്പെടൂ. ഇതേ ആളുകളുടെ മുൻപിൽ നീ ദൈവത്തെ ഉയർത്തൂ. ഇതേ ആളുകളുടെ നടുവിൽ നീ വാഗ്ദത്തം ഉയർത്തിപ്പിടിക്ക. ചില ഹൃദയത്തോടെ ദൈവം ഇടപെടുക. നിന്നെ അപമാനിച്ച അതേ നാളുകളുടെ നടുവിൽ ദൈവം നിന്നെ എഴുന്നേപ്പിച്ച് നിർത്താൻ പോവാ. നിന്നെ മാറ്റി നിർത്തിയ അതേ ആളുകളുടെ നടുവിൽ നിന്റെ പിള്ളേര് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, നിന്റെ കുടുംബം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അതേ ആളുകളുടെ നടുവിൽ ഓ യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഉറക്കെ യേശുവേ എന്ന് വിളിച്ചേ. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രത്യേകത, ഉന്തിക്കളഞ്ഞവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. മോശെ സഹോദരന്മാർ ഉന്തിക്കളഞ്ഞു, അതിന്റെ നടുവിൽ ദൈവം മോശയെ നിർത്തി. ഇന്ന് രാവിലെ നിന്നെ ഉന്തിക്കളഞ്ഞിടത്ത് എൻ്റെ ദൈവം നിർത്താൻ പോവാ. ഉന്തിക്കളഞ്ഞിടത്ത് ദൈവം നിർത്താൻ പോവാ. നിന്റെ തലമുറയെ ഉന്തിക്കളഞ്ഞിടത്ത്, നിന്റെ വീട്ടുകാരെ ഉന്തിക്കളഞ്ഞിടത്ത് എൻ്റെ ദൈവം നിർത്താൻ പോകയാ. നിന്നെ ഉന്തിക്കളഞ്ഞ സ്ഥലത്ത് നീ തിരിച്ചു വരും. ഇന്ന് രാവിലെ ചിലർക്കൊരു തിരിച്ചു നടപ്പുണ്ട്. സഹോദരങ്ങളുടെ മുൻപിൽ ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരും. ദൈവം നിന്റെ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരും. നീ പട്ടുപോയെന്ന് പറഞ്ഞില്ലേ, അവിടെ നീ ഉയർത്തപ്പെടാൻ പോകുക. യേശു എന്നോടൊരു വാക്ക് പറയുക, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. വെട്ടിയവന്റെ മുൻപിൽ ഇന്ന് നീ പൊട്ടിക്കിളിർക്കാൻ പോവാ. വെട്ടിയവന്റെ മുൻപിലേ നമുക്ക് മോശെ അവർ ഉന്തിക്കളഞ്ഞു. എന്തുവാ മോശയോട് ചോദിച്ചേ? ഞങ്ങൾക്ക് നിന്നെ അധിപതിയും രാജാവും ആക്കി വെച്ചത് ആരാന്ന് ചോദിച്ചു. ഇനി ഒരു കാര്യം കേട്ടോണം, നിന്നെ കളിയാക്കി പറഞ്ഞില്ലേ, അത് സംഭവിക്കും. രാമീൻ പറ, അന്ന് മോശ അടിമയാ, പക്ഷെ തിരിച്ചു വന്ന രാജാവായിട്ടാ. അവരെന്തുവാ ചോദിച്ചേ? നിന്നെ അധിപതിയും ന്യായകർത്താവുമാക്കിയത്, നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരാന്ന്? ഈ മോശ അധികാരിയാണോ? ഒപ്പം അല്ല. പക്ഷെ മോശ തിരിച്ചു വരുന്നത് അധികാരിയായിട്ടാ. നിന്നെ കളിയാക്കി പറഞ്ഞില്ലേ, അത് നടക്കാൻ പോവാ. നിന്റെ പിള്ളേരെ കളിയാക്കി വിളിച്ചില്ലേ, അത് സംഭവിക്കാൻ പോവാ. ഇന്നെ വീടിനകത്ത് സംഭവിക്കുന്ന രാവിലെയാന്ന് യേശു എന്നോട് പറയുക. നിന്നെ കളിയാക്കി പറഞ്ഞതല്ല നിന്റെ വീട്ടിൽ അതുപോലെ സംഭവിക്കാൻ പോവാ. നിന്നെ കളിയാക്കി പറഞ്ഞതല്ല നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവാ. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. ഒരു ദൂത്, നീ എഴുന്നേറ്റ് നിൽക്കും, അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കും. പൗലോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ പേടിക്കണ്ട. വായിച്ചോ. പുരുഷന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും. പൗലോസ് എന്നെ പോലെ പറഞ്ഞു, പരിഭവം. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നല്ലോ, നീ ആവശ്യമില്ലാത്തോടെ കൂടെ കൂടരുത്. രാമീൻ പറ. അപ്പൊ പൗലോസ് അവിടെ എഴുന്നേറ്റ് നിന്നില്ലയോ?
അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും. അവിടെ മര്യാദയ്ക്ക് ക്രേത്തലങ്ങണം നിന്നാ പോരായിരുന്നു എന്നാ പൗലോസ് ചോദിച്ചേ. പോട്ടെ. ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്രയും കാറ്റടിക്കുന്നതിന്റെ നടുവിൽ ഉടയവൻ ഇറങ്ങി വന്നു. ഇതുപോലൊരു ഉടയവൻ ഉണ്ടോ? നമ്മുടെ ഉടയവന്റെ പ്രത്യേകത ഏത് കാറ്റടിച്ചാലും അതിൻ്റെ അടി ഇറങ്ങി വരും. ഏത് കോൾ ഉണ്ടായാലും അതിന് നടി ഇറങ്ങി വരും. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിന് നടി ഇറങ്ങി വരും. വിശ്വസിച്ചോ, നിനക്കെതിരെ ചെയ്തു കൂട്ടുന്ന ആഭിചാരത്തിന്റെ മുൻപിൽ നിന്റെ ഉടയവൻ ഇറങ്ങി വരും. അത് ഉറപ്പുള്ള ആളുകൾ കൈ ഉയർത്തി ദൈവത്തിന് ഒരു ആമേൻ പറഞ്ഞു. കർത്താവിനോട് പറയുന്നത്, പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടി ഉടയവൻ ഇറങ്ങി വരും. ഒരു വാക്ക് കേട്ടോണം, ഉടയവൻ പൊളിഞ്ഞ കപ്പലിൽ നിന്റെ മുമ്പിൽ ഇറങ്ങി വരുമ്പോഴും നീ അറിയാതെ, ഈ കപ്പലിലുള്ള ആളുകൾ അറിയാതെ, ഇതിൻ്റെ അടിയിലൂടെ അനുധാവനം ചെയ്യുന്ന ഒരു അണലിയുണ്ട്. അത് നിനക്ക് മനസ്സിലായില്ല. ഈ അണലി നിന്റെ പുറകെ വരുന്നുണ്ടെന്ന് സഭ അതിനെ കുടഞ്ഞു കളയും. കൈപ്പൊക്കി ഒരാമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്നിന്റെ വീട്ടിൽ ഈ വഴക്ക് വന്നില്ലേ? ഒരു കാരണവുമില്ലാതെ വഴക്ക് വന്നില്ലേ? നീ പോലും അറിയാതെ പഴയ പാമ്പ് നിന്റെ വീട്ടിൽ കയറിയതാ. ഇന്നപ്പ പഴയ പാമ്പിനെ ഉടച്ചു കളയാൻ പോവാ. പൗലോസ് അധികാരത്തോടെ അതിനെ ഉടച്ചു കളഞ്ഞതുപോലെ പഴയ പാമ്പിന്റെ ശക്തികളെ കരമടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും യേശുവേ എന്ന് വിളിച്ചേ. പൗലോസ് പറഞ്ഞു, നമ്മുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. നമ്മുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. നമ്മളെല്ലാവരും അവിടെ ചെല്ലും. പൗലോസിനോട് ദൈവം ഒരു കാര്യം കൂടെ കയറി പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാം? നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകും. നിന്നെ ആര് വെട്ടിയോ അവന്റെ മുമ്പിൽ നിൽക്കും. ഒരു മിനിറ്റ്, നിങ്ങളോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കൈപൊക്കാമോ? ശരിക്കൊന്ന് കൈപൊക്കി ഒരു സ്തോത്രം ചെയ്തേ. നിങ്ങളോട് ദൈവം എന്ത് അരുളി ചെയ്തിട്ടുണ്ടോ അത് സംഭവിക്കും. അത് സംഭവിക്കും. നിന്നോട് കർത്താവ് ഇന്ന് രാവിലെ പറയുക, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിക്കും. നിന്റെ വീട്ടിൽ സംഭവിക്കും. രണ്ടു കരം ഉയർത്താൻ പറ്റുമെങ്കിൽ ഒന്ന് വിശ്വാസത്തോടെ പറ, എന്നോട് പറഞ്ഞതല്ല എന്റെ വീട്ടിൽ സംഭവിക്കും. ഒന്നുകൂടെ, എന്നോട് പറഞ്ഞതല്ല എന്റെ വീട്ടിൽ സംഭവിക്കും.